ലോകം മുഴുവനും ഞെട്ടിയ ഒരു ദിവസമായിരുന്നു. അല്ല, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഹൃദയത്തിന് ഏറ്റവും അധികം വേദന നൽകിയ ദിവസമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. നമ്മുടെ ഇന്ത്യയുടെ കാശ്മീരിലെ പൽഗാം എന്ന് പറയുന്ന ആ സ്ഥലത്ത് 26ലധികം ടൂറിസ്റ്റ് ആളുകളുടെ, നമ്മുടെ തന്നെ ഇന്ത്യയിലുള്ള ആളുകളെ, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള, അത് കർണാടകയിൽ നിന്നും അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നൊക്കെയുള്ള ഒരു നേവി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഭീകരവാദികൾ ഈ കഴിഞ്ഞ ദിവസം കൊന്നൊടുക്കിയത്. കാശ്മീർ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യക്ക് ദൈവം സമ്മാനിച്ച ഏറ്റവും മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യം അടങ്ങുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ്. എല്ലാ കാലത്തും ആളുകൾ അവിടെ നിന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ സ്റ്റേറ്റിലേക്ക് കടന്നു പോകാൻ എല്ലാവരും ഒന്ന് ഭയപ്പെട്ട സമയമുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഏറ്റവും അടുത്ത ബോർഡർ ആകുന്ന പാകിസ്ഥാൻ, അവിടെയുള്ളതായിട്ടുള്ള ഭീകരവാദ പ്രശ്നങ്ങൾ ഒക്കെ കാരണം നമ്മളിൽ പല ആളുകളും ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കാശ്മീർ. എന്നാൽ ഇന്ത്യയിലെ BJP ഭരണം വന്നതിന് ശേഷം നമ്മളെല്ലാം ഇന്ത്യയിലുള്ള പല മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, കാശ്മീർ ജനങ്ങൾ തന്നെ വളരെയധികം ഹാപ്പി ആയിരുന്നു. അവരുടെ ആ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അവരുടെ ഭയവുമൊക്കെ മാറി അവർ സമാധാനപരമായിട്ട് സന്തോഷത്തോടെ അവരുടെ തെരുവുകളിൽ അവരുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അവർ നടന്നു പോകുന്ന ആ ഒരു പല കാഴ്ചകളും ഡോക്യുമെന്ററികളും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാശ്മീർ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു ഭീകരാക്രമണം നമ്മൾ ഇത് കാണുകയുണ്ടായത്. പല ആളുകളും നെഞ്ചു പൊട്ടി കരഞ്ഞ, അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതാ. ഈ കഴിഞ്ഞ ദിവസം തന്നെ വിവാഹം കഴിച്ച് ഒരാഴ്ച പോലും ആകാതെ ആ സഹോദരിയുടെ കണ്ണുനീര്, അങ്ങനെ പല വിധത്തിലുള്ള നമ്മുടെ ഹൃദയം തകർക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഇപ്പോൾ അത് കാശ്മീരിൽ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ ഒരു കാരണം കാണും. അത് തന്നെയാണ് ഇന്ന് രാവിലെ വരെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന JD വാൻസും കുടുംബവും ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സന്ദർശിക്കാനായിട്ട് അത് കടന്നുപോയത്. അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്ത് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെയാണ് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന ആ വലിയ രാജ്യത്തെ ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തുക എന്നത് എക്കാലത്തെയും നമ്മുടെ ബോർഡർ രാജ്യമായ പാകിസ്ഥാനും അവിടെയുള്ള ടെറർ ഗ്രൂപ്പുകളുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധയിൽ ഈ കാര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു സംഭവത്തിന് ശേഷം JD വാൻസ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അതിനെ അപലപിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. We've had a very successful visit. I want to just, of course, issue our condolences to the people of Kashmir who were affected by this terrible terrorist attack. The president's already spoken with Prime Minister Modi. I believe I'll be speaking with him later this afternoon. And obviously we're providing whatever assistance and help we can provide to the government, to the people of India.
നിലവിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നമ്മൾ ശരിക്കും പറഞ്ഞ് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിൽ നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസം കാണുമായിരിക്കും. എന്നാൽ എക്കാലത്തെയും അദ്ദേഹം ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു കാര്യം തന്നെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അതിനെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ആ ഒരു സ്റ്റാൻഡ്. മിഡിൽ ഈസ്റ്റിലെ കുറെ നാളുകളായിട്ട് ഉള്ള അതായത് യുദ്ധവും പ്രശ്നങ്ങളും പാലസ്തീനും ഹമാസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള UN സഹായങ്ങള്, WHO സഹായങ്ങള്, ഇങ്ങനെ പല വിധത്തിലുള്ളതായിട്ടുള്ള ഫണ്ടിങ്ങുകളാണ് അദ്ദേഹം നിർത്തലാക്കിയിരിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അമേരിക്ക കൊടുക്കുന്ന ഈ ഒരു ഫണ്ട് അവിടെയുള്ള അതായത് കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്ന അത് പാവപ്പെട്ട ജനങ്ങളിലേക്കല്ല ഈ ഫണ്ട് എത്തുന്നത്, മറിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിലേക്കുമാണ് ഈ ഒരു ഫണ്ട് കടന്നു പോകുന്നതെന്നാണ്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അതായത് അമേരിക്കയുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം ചില ആഴ്ചകൾക്ക് മുമ്പ് നടന്നതായ ഒരു സംഭവം, അവിടെയുള്ളതായിട്ടുള്ള ഹമാസ് അത് പാലസ്തീൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പിള്ളേർ ആ ഒരു യൂണിവേഴ്സിറ്റി ഉപരോധിച്ചതിന്റെ ഫലമായി പല കുട്ടികളെയും ഡീപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തുകൊണ്ടിരുന്ന $2 ബില്യൺ ഫണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അതായത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഞങ്ങൾ പാർക്കുന്ന അത് കാനഡയും അത്ര സമാധാനപരമാണ് എന്ന് നമ്മൾ ആരും കരുതണ്ട. നമുക്കറിയാം ബ്രിട്ടന്റെ ഇന്നത്തെ ഒരു സാഹചര്യം, ബ്രിട്ടൻ മൊത്തത്തിൽ കൈവിട്ടു പോയിരിക്കുകയാണ്. അവിടെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ ആ ഒരു വോട്ട് ബാങ്കിങ് മാത്രം നോക്കിയപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്തിന്റെ ആ ഒരു വലിയ ചരിത്രം തന്നെ മാറിപ്പോകാൻ ഇനി അധികം നാളുകളില്ല എന്നുള്ളത് ഡേ ബൈ ഡേ ഉള്ള ഓരോ ന്യൂസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണ് കാനഡയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയുടെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ അധികം താമസിക്കാതെ ഒരു ബ്രിട്ടന്റെ സാഹചര്യത്തിലോട്ട് കാനഡ പോകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാം ഒരു വശത്ത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിനു വേണ്ടി അനാവശ്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അദ്ദേഹം ആ രാജ്യത്തിന് വേണ്ടി സേവ് ചെയ്യുമ്പോൾ, ഇവിടെ അത് കാനഡയുടെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് മാർച്ച് മാസം അവസാനം, ഏതാണ്ട് $100 മില്യൺ അതായത് പാലസ്തീൻ, ഹമാസ് അല്ലെങ്കിൽ ഗാസ അവിടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാനഡ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഒരു വോട്ട് ബാങ്കിങ് ആയിട്ട് അതായത് ഗവൺമെന്റ് കാണുമ്പോൾ ഈ കാനഡ എന്ന രാജ്യം എങ്ങോട്ടാണ് എന്നത് നമുക്ക് അത് കാത്തിരുന്ന് കാണാം. ഏപ്രിൽ 28 കഴിയുമ്പോൾ ഇവിടെയും അടുത്ത കാനഡ ആര് ഭരിക്കും എന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാനഡയുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയാണ് എല്ലാവരും ഓരോ പാർട്ടിക്ക് അവർക്കിഷ്ടമുള്ളത് വോട്ട് ചെയ്യുന്നതെങ്കിലും ഇന്ത്യയിൽ ഇത്രയും ശക്തമായി BJP ഭരിക്കുന്ന, ഇല്ല ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കയറി ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം തന്നെ ഇപ്പോൾ ആകെപ്പാട് ഭയപ്പെടുത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെങ്കിൽ നമ്മൾ ഒരിടത്തും സുരക്ഷിതരല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am signing out Rexy Joy. Bye.